സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഇനി വീടുകളിൽ നേരിട്ടെത്തിക്കില്ല. പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ ബാങ്കുകളെ ഒഴിവാക്കി. വാണിജ്യ ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രമായിരിക്കും ഇനി പെൻഷൻ വിതരണം. പൂർണ്ണമായും കിടപ്പിലായ രോഗികൾക്ക് പെൻഷൻ വീട്ടിലെത്തിക്കും. ചിലവ് കൂടുതലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. സർക്കാർ ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന്. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, വീടുകളിലേക്ക് നേരിട്ടെത്തിക്കുന്നതിൽ ചിലവ് കൂടുതലുണ്ട് എന്നത് കണ്ടാണ് ഈ തിരുത്തൽ എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സഹകരണ ബാങ്കുകളെ ഇനി ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറുമായി ബന്ധിപ്പിക്കുന്നതിൽ നിയമപ്രശ്നങ്ങളും കൂടിയുണ്ട്. മധു, സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഇതുവരെ നടന്നത് അത് വീടുകളിലേക്ക് എത്തിക്കുകയായിരുന്നു. അത് കിടപ്പ് രോഗികൾക്ക് മാത്രമായിരുന്നില്ല. പ്രായമായവർക്ക്, വീടുകളിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തവർക്കൊക്കെ ആ പെൻഷൻ തുക കൃത്യമായി വീടുകളിലേക്ക് സഹകരണ ബാങ്കിലെ ജീവനക്കാരാണ് എത്തിച്ചിരുന്നത്. അതിന് മാറ്റം വരികയാണ്. ഇനി സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ വഴി സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ചെയ്യേണ്ടതില്ല എന്ന കടുത്ത തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുകയാണ്. ഇത് സംബന്ധിച്ച ഉത്തരവ് ധനകാര്യ വകുപ്പ് ഇതിനോടകം തന്നെ പുറത്തിറക്കി കഴിഞ്ഞു. ഇനി പൊതുമേഖലാ ബാങ്കുകളോ സ്വകാര്യ ബാങ്കുകളോ വഴിയായിരിക്കും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. അത് അവരുടെ അക്കൗണ്ടിലേക്കായിരിക്കും തുക ലഭിക്കുക. ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന തുക അത് നേരിട്ടെത്തിക്കുന്ന ഏർപ്പാട് ഇനി ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. നേരെ മറിച്ച് കിടപ്പ് രോഗികൾ, അത് പൂർണ്ണമായും കിടപ്പിലായ രോഗികൾക്ക് മാത്രം പെൻഷൻ വീടുകളിൽ എത്തിക്കാനുള്ള തീരുമാനവും സർക്കാർ എടുത്തിട്ടുണ്ട്. ഇതും ഉത്തരവിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ സഹകരണ ബാങ്കുകൾ വഴി വിതരണം ചെയ്യുന്നില്ല എന്നതിന് ഒരു വാദം സഹകരണ ബാങ്ക് കൃത്യമായി ഇത് സംബന്ധിച്ച കണക്കുകൾ സർക്കാരിന് നൽകുന്നില്ല എന്നതാണ്. സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ അതൊരു ചെലവ് കൂടുതലാണ്. കാരണം ഇൻസെന്റീവ് ബാങ്കുകൾക്ക് നൽകേണ്ടി വരും എന്നതാണ് മറ്റൊരു വാദം. അതേപോലെ തന്നെ സഹകരണ ബാങ്കുകൾ വഴി വിതരണം ചെയ്യുമ്പോൾ അത് നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താത്ത കാരണം കൊണ്ട് കേന്ദ്ര സർക്കാർ ഇതുവഴി സംസ്ഥാനത്തിന് നൽകേണ്ട പല തുകകളും നൽകുന്നില്ല. സാമൂഹ്യക്ഷേമ പെൻഷൻ ഇനി വീടുകളിലേക്കില്ല. അതിനോടൊപ്പം തന്നെ സഹകരണ ബാങ്കുകളെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇനി പെൻഷൻ പദ്ധതി നടപ്പിലാക്കാനുള്ള തീരുമാനവും എടുത്തിരിക്കുന്നത്.